പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി. ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ചത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. നാഴികയുടെ 60 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോച്ച നില, പരമ ഉച്ചനില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? ആധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. കളം പ്ലസ് മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി സ്ത്രീലിംഗം വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദി ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ. കവിത വന്നണഞ്ഞതെന്നെ തേടിയ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്തത് നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാക്കുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈഹികം, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം. പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം, പര്യയം, മഞ്ഞ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക് പ്ലസ് മയം, വാഗ്മയം. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ആചാര്യർ. ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ധ പ്ലസ് ചിത്രം ചേർത്ത് എഴുതുമ്പോൾ അന്ധഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ.
ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി. അലിംഗ ബഹുവചനം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക മഞ്ഞ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന പദത്തിന്റെ പര്യായമാണ് കീരം, ശുകം, കിളി എന്നിവ. വീട് പ്ലസ് പണി ചേർത്തെഴുതിയാൽ വീടുപണി. കേമൻ പിരിച്ചെഴുതിയാൽ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം തങ്ക. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്നത് ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് നിശ. ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ എന്നിവ രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് നീര് നീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, പനിക്കു പട്ടിണി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഇവയൊന്നുമല്ല. വിയോഗം വിപരീതം സംയോഗം. വിഗഹം പര്യായപദം പക്ഷി. ചേർത്തെഴുതുക ദു പ്ലസ് ജനം ദുർജനം. ശരിയായ ജോഡി മഞ്ഞ് നീഹാരം തുഷാരം. എതിർലിംഗം എഴുതുക ഭൃത്യ ഭൃത്യൻ. പിരിച്ചെഴുതുക അവൻ ആ പ്ലസ് അൻ. ശരിയായ പദം എഴുതുക ആഖ്യാനം. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇറ്റ്സ് ഓൺ പോട്ട് എന്ന ശരിയായ പരിഭാഷ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ്. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട് കാനനം ഗഹനം വിപിനം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അന്തസ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം അനശ്വരത നശ്വരം. നദിയുടെ പര്യായം അല്ലാത്തത് പാതേയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക വാഗ്മയം. പലവുരു പിരിച്ചെഴുതുക പല പ്ലസ് ഉരു.
സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽവി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. നദിയുടെ പര്യായം തടിനി. നദിയുടെ പര്യായം തടിനി. വിപരീതം എഴുതുക. ചഞ്ചലം, അചഞ്ചലം. പിരിച്ചെഴുതുക. ഉന്മ. ഉൽ പ്ലസ് മ. ശരിയായ പദം നിശ്ചയം. ഇനൻ, സൂര്യൻ. തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നു. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം അധ്വാനത്തിന്റെ മഹത്വം. ആസ് ദി സീഡ് സോ ദി പ്രൗഡ്. വിത്തുഗുണം 10 ഗുണം. ചേർത്തെഴുതുക. ഈ പ്ലസ് ആൾ ഇവൾ. കുളം കോരി നശിപ്പിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിൻ പ്ലസ് കൾ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ ആതിഥേയൻ. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീത പദം നഞ്ച. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് തപസ്വി. ജംഗമം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ദത്തം. ജംഗമം എന്ന പദത്തിന്റെ പര്യായമാണ് ഇംഗം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ഘടകപദം ചേർത്ത് എഴുതുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി ഒറ്റപ്പദം ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം പ്രസ്താവം പറച്ചിൽ അല്ലെങ്കിൽ ആരംഭം, പ്രസ്ഥാനം യാത്ര അല്ലെങ്കിൽ പുറപ്പാട്. ശരിയായ പദമേത്? അവധൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രി. വിപരീത പദം എഴുതുക. രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ടു ചവിട്ടുക. യാചകൻ എതിർലിംഗം യാചകി. യാചകൻ, യാചകി. സലിംഗ ബഹുവചനം മിടുക്കന്മാർ. സലിംഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഏത് ലിംഗമാണെന്ന് മനസ്സിലാവും. സോ കുട്ടികളെന്ന് പറഞ്ഞാലും ജനങ്ങളെന്ന് പറഞ്ഞാലും അധ്യാപകർ എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിക്സ് ആണ്. എന്നാൽ മിടുക്കന്മാർ എന്ന് പറയുകയാണെങ്കിൽ അത് ബോയ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പിരിച്ചെഴുതുക. ഇന്നി. ഈ പ്ലസ് നീ. ശരിയായ രൂപം ജീവച്ഛവം. സഹിതം, വിപരീതം, രഹിതം. സഹിതത്തിന്റെ ഓപ്പോസിറ്റ് രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക്, ബ്രേക്കർ സമാന പദം കരിങ്കാലി. സ്ട്രൈക്ക്, ബ്രേക്ക്, കരിങ്കാലി. ജലം പര്യായം അപ്പ്. ജലം, അപ്പ്. കണ്ടു പിരിച്ചെഴുതുക. കൺ പ്ലസ് തു. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം അക്കാലം. ആ പ്ലസ് കാലം അകാലമല്ല അക്കാലമാണ്. ഇരട്ടിക്കുന്നുണ്ട്. ആ പ്ലസ് കാലം അക്കാലം. പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ഛത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. നാഴികയുടെ 60-1 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോಚ್ಚ നില. പരമ ഉച്ചനില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ.
വിപരീത പദം ഏത്? ആധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. കളം പ്ലസ് മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി സ്ത്രീലിംഗം വൈരിണി. And it was at the age poetry arrived in search of me. ശരിയായ പരിഭാഷ കവിത വന്നണഞ്ഞതെന്നെ തേടിയ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്തത് നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം പാദമാക്കുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം കടപ്പുറം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈഹികം വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം പര്യയം മഞ്ഞ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക് പ്ലസ് മയം വാഗ്മയം. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ആചാര്യർ. ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ധ പ്ലസ് ചിത്രം ചേർത്ത് എഴുതുമ്പോൾ അന്ധഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരി. അലിംഗ ബഹുവചനം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക. വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക. പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക. മഞ്ഞ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഇവിടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്തത്
പിപീലിക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം സ്പർഹണീയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം നമ്മൾ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ശക്തരുള്ളപ്പോൾ ദുർബലൻ അഹങ്കരിക്കുക. ദിഗ്മുഖം എന്ന പദം പിരിച്ചെഴുതിയാൽ ദിക്ക് പ്ലസ് മുഖം. ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. ഒറ്റപ്പദം കണ്ടെത്തുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായ പദം. താഴെ തന്നിരിക്കുന്നവയിൽ സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായ പദം ചൂതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം തി. വിപരീത പദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കേൾ പ്ലസ് തു. കണ്ണടച്ചിരട്ടാക്കുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. താഴെ പറയുന്നവയിൽ ശരിയായ പദം അതിരഥൻ. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതം ഉപസംഹാരം. പൂവമ്പ് എന്നത് പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗം നങ്ങ്യാർ. മഞ്ഞ്, നീഹാരം. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. 10-15 എന്ന പദത്തെ ഘടകമാക്കുക. 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉരുളക്കുപ്പേരി. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയതാര്? എസ്.കെ. പൊറ്റക്കാട്. കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലികാനാമം പാറപ്പുറത്ത്. കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലികാനാമം പാറപ്പുറത്ത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അറിയപ്പെട്ടിരുന്ന പേര് കേസരി. മലയാളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെട്ടിരുന്നത് ജി ശങ്കരക്കുറുപ്പ്. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ കയർ. മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവിയത്രി സിസ്റ്റർ മേരി ബെനീഗ്ന. താഴെ പറയുന്നവയിൽ യാത്രാവിവരണം അല്ലാത്തത് ഭാരത പര്യടനം. ഉണരുന്ന ഉത്തരേന്ത്യ, കാപ്പിരികളുടെ നാട്ടിൽ, ബിലാത്തി വിശേഷം എന്നിവ യാത്രാവിവരണങ്ങളാണ്. കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ തകഴി. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് തകഴി. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ഭൂതേശ്വരൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ ആരുടെ വരികളാണ്? വള്ളത്തോൾ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായർ. ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് മോയിൻകുട്ടി വൈദ്യർ. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം എന്നു പാടിയത് കുഞ്ചൻ നമ്പ്യാർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാർ. മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ്? എസ്. ഗുപ്തൻ നായർ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി തുടങ്ങിയത് കുഞ്ഞുണ്ണി. കേരളവ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കരമേനോൻ. അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുവേൻ രചിച്ചത് പൂന്താനം. വേദശബ്ദരത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചതാര്? ഡോക്ടർ ഡി ബാബു പോൾ. മലയാളത്തിന്റെ ആദി കവി എന്നു വിശേഷണത്തിനർഹൻ ചീരാമൻ. നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ. കേരളത്തിലെ എലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവി എൻ.എൻ. കക്കാട്. കേരളത്തിലെ എലിയറ്റ് എൻ.എൻ. കക്കാട്. മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായത് ഉണ്ണുനീലി സന്ദേശം. വെളിച്ചം ദുഃഖമാണുണ്ണി തപസ്സല്ലോ സുഖപ്രദം എന്ന് എഴുതിയത് അക്കിത്തം. കേരളം വളരുന്നു എന്ന കവിതാ സമാഹാരം രചിച്ചത് പാലാ നാരായണൻ നായർ. കേരളം വളരുന്നു പാലാ നാരായണൻ നായർ.
പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ മലയാള കവി വള്ളത്തോൾ. പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ മലയാള കവി വള്ളത്തോൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് EMS. നന്ദനാർ എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് PC ഗോപാലൻ. സാഹിത്യമഞ്ജരി രചിച്ചത് വള്ളത്തോൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഭാഷാപോഷിണി സഭയുടെ മുൻഗാമി കവി സമാജം. ഭാഷാപോഷിണി സഭയുടെ മുൻഗാമി കവി സമാജം. പുരാണിക് എൻസൈക്ലോപീഡിയയുടെ കർത്താവ് വെട്ടം മാണി. പുരാണിക് എൻസൈക്ലോപീഡിയയുടെ കർത്താവ് വെട്ടം മാണി. ചെറുപ്പകാലങ്ങളിലുള്ളൊരു ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. ആരുടെ വരികളാണിവ? കുഞ്ചൻ നമ്പ്യാർ. ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിയത് G. വിവേകാനന്ദൻ. കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിയത് G. വിവേകാനന്ദൻ. കുചേലവൃത്തം വഞ്ചിപ്പട്ടി എഴുതിയത് രാമപുരത്ത് വാര്യർ. ജ്ഞാനപ്പന രചിച്ചത് പൂന്താനം. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് PK നാരായണപിള്ള. ഭാഷാഭൂഷണം രചിച്ചത് AR രാജരാജവർമ്മ. എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? തകഴി. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിക്കപ്പെട്ട കവി ചങ്ങമ്പുഴ. ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. വയലാർ ഗർജിക്കുന്നു ആരുടെ കവിതയാണ്? P. ഭാസ്കരൻ. വൃത്തമഞ്ജരി രചിച്ചത് AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ AR രാജരാജവർമ്മ. കുടിയൊഴിക്കൽ എന്ന കൃതി രചിച്ചത് വയലോപ്പിള്ളി. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് V. മാധവൻ നായർ. കോവിലൻ എന്ന തൂലികാനാമത്തിനുടമ VV അയ്യപ്പൻ. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വാക്കുകളാണ്? കടമ്മനിട്ട. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. കാക്കനാടൻ എന്ന തൂലികാനാമത്തിന്റെ ഉടമ ജോർജ് വർഗീസ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ. ഉമാകേരളം രചിച്ചത് ഉള്ളൂർ. മാമ്പഴം എന്ന കാവ്യം രചിച്ചത് വയലോപ്പിള്ളി. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേരു നൽകിയത് കാൽഡ്വെൽ. ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത്? വയലോപ്പിള്ളി. ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? കേകാവൃത്തത്തിൽ. മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദധാരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം G. പത്മനാഭപിള്ള. ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരുടെ ഭാഷ കൊങ്കിണി. തോന്നയ്ക്കൽ ആശാൻ സ്മാരക പ്രസിദ്ധീകരണം ഏത്? വിവേകോദയം. ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് ആർക്കുവേണ്ടി രചിച്ചതാണ്? സ്വാതി തിരുനാൾ. കൃഷ്ണഗാഥയുടെ വൃത്തമേത്? മഞ്ചരി. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് അപാരം. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് അപാരം. ശരിയായ പദമേത്? യാദൃച്ഛികം. ശരിയായ പദം യാദൃച്ഛികം. ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രൻ. വനരോധനം എന്ന ശൈലിയുടെ പൊരുൾ? നിഷ്പ്രയോജനകരമായ സങ്കട നിവേദനം. 11-ാം മണിക്കൂർ അവസാന നിമിഷത്തിന് തൊട്ടു മുൻപ്. അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയുവാനുള്ള അടയാളം. അഭിജ്ഞാനം തിരിച്ചറിയുവാനുള്ള അടയാളം. തെറ്റായ വാക്യമേത്? അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ്. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്? കൃത്യസമയത്ത്. ദർ ഇസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിൻ്റെ പരിഭാഷ വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിൻ്റെ പരിഭാഷ സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ഫോർഗറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്നതിൻ്റെ പരിഭാഷ മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. ഹി പുട്ട് ഔട്ട് ദി ലാമ്പ് എന്നതിൻ്റെ പരിഭാഷ അവൻ വിളക്കണച്ചു. ധാത്രി എന്ന പദത്തിനർത്ഥം വളർത്തമ്മ. സൂകരം എന്ന വാക്കിനർത്ഥം പന്നി. ചെമ്മപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ കാലവിളംബം. ഭൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ. ശരിയായ പദമേത്? വിമ്മിട്ടം. ശരിയായ വാക്കേത്? ഗരുഡൻ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. തെറ്റായ പദം അനുഗ്രഹീതൻ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി തുടങ്ങിയത് കുഞ്ഞുണ്ണി. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കരമേനോൻ. അഞ്ജന ശ്രീധര, ചാരുമൂർത്തി കൃഷ്ണ,
അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ രചിച്ചത് പൂന്താനം. വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചത് ഡോക്ടർ ഡി ബാബു പോൾ. മലയാളത്തിന്റെ ആദികവി എന്ന് വിശേഷണത്തിനർഹനായത് ചീരാമൻ. നാരായണീയം രചിച്ചതാര്? മേൽപ്പത്തൂർ. കേരളത്തിലെ ഏലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവി എൻ കക്കാട്. മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായത് ഉണ്ണുനീലി സന്ദേശം. വെളിച്ചം ദുഃഖമാണുണ്ണീ തപസ്സല്ലോ സുഖപ്രദം എന്ന് രചിച്ചത് അക്കിത്തം. കേരളം വളരുന്നു എന്ന കവിതാ സമാഹാരം രചിച്ചത് പാലാ നാരായണൻ നായർ. കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് EMS. നന്ദനാർ എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് PC ഗോപാലൻ. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം സന്ധി. 12+100 90. സന്ധി ഏത്? ആദേശസന്ധി. വിശേഷത്തിന്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്ന വിശേഷണമാണ് വിഭാവകം. ശരിയായ രൂപം ഏത്? ശരത്ചന്ദ്രൻ. ജഗത് പ്ലസ് മോഹിനി ജഗന്മോഹിനി. ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ക്രിയാനാമം. താഴെ പറയുന്നവയിൽ കേവലക്രിയ ഏത്? ഭരിക്കുക. ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതും അവ നൽകുന്ന സൂചനകളിലൂടെ മറ്റേതെങ്കിലും അന്യപദത്തിന് പ്രാധാന്യം നൽകുന്നതുമായ സമാസം ബഹുവ്രീഹി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്ന സന്ധി ആദേശസന്ധി. നിത്യസമാസത്തിനുദാഹരണം തൂനിലാവ്. 4-5 വിഗ്രഹിക്കുമ്പോൾ 4-5. ഭാഷാസ്നേഹം ഏത് സമാസത്തിന് ഉദാഹരണമാണ്? തത്പുരുഷൻ. പെങ്ങൾ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ പെൺ പ്ലസ് കൾ. വിദ്യുച്ഛക്തി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് പ്ലസ് ശക്തി. രൂപക സമാസത്തിനുദാഹരണം അടിമലർ. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് അപാരം. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് അപാരം. ശരിയായ പദമേത്? യാദൃശ്ചികം. ശരത് പ്ലസ് ചന്ദ്രൻ ശരത്ചന്ദ്രൻ. വനരോധനം എന്ന ശൈലിയുടെ പൊരുൾ നിഷ്പ്രയോജനമായ സങ്കടനിവേദനം. 11-ാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം അവസാന നിമിഷത്തിന് തൊട്ടുമുൻപ്. അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയുവാനുള്ള അടയാളം. അഭിജ്ഞാനം തിരിച്ചറിയുവാനുള്ള അടയാളം. തെറ്റായ വാക്യമേത്? അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ്. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്? കൃത്യസമയത്ത്. ജസ്റ്റ് ഇൻ ടൈം കൃത്യസമയത്ത്. There is little time to waste എന്നതിന്റെ പരിഭാഷ വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. There is little time to waste. വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. The kingdom of God is within you എന്നതിന്റെ പരിഭാഷ സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. Forgetfulness is sometimes a blessing എന്നതിന്റെ പരിഭാഷ മറവി ചിലപ്പോൾ ഒരനുഗ്രഹമാണ്. He put out the lamp എന്നതിന്റെ പരിഭാഷ അവൻ വിളക്കണച്ചു. ധാത്രി എന്ന പദത്തിനർത്ഥം വളർത്തമ്മ. ധാത്രി വളർത്തമ്മ. സൂകരം എന്ന വാക്കിനർത്ഥം പന്നി. സൂകരം പന്നി. ചെമപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ കാലവിളംബരം. ബൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ. ശരിയായ വാക്കേത്? ഗരുഡൻ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. പരിവ്രാജകൻ സന്യാസി. തെറ്റായ പദമേത്? അനുഗ്രഹീതൻ. സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം അലംഘനീയമായ കൽപ്പന. അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം പെരുങ്കള്ളൻ. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രിതനായി കഴിയുക. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം പരിമിത വസ്തു. കുറുപ്പിന്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം നിഷ്ഫലമായ ഉറപ്പ്. ഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഗ്രാഹകൻ. ഗ്രഹിക്കുന്ന ആൾ ഗ്രാഹകൻ. അർദ്ധരാത്രിക്കു കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ ആഡംബരം കാണിക്കുക. മണ്ടൂക്കം എന്ന വാക്കിനർത്ഥം തവള. മണ്ടൂക്കം തവള. മലയാള ഭാഷ ഏതു ഗോത്രത്തിൽ പെടുന്നു? ദ്രാവിഡ ഗോത്രം. മലയാള ഭാഷ ദ്രാവിഡ ഗോത്രം. ഒരു വാക്യത്തിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം പൂർണ്ണവിരാമം. ഒരു വാക്യത്തിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം പൂർണ്ണവിരാമം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് പെങ്ങൾ. താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പദമേത്? സ്വശ്രു. വ്യാകരണം പഠിച്ചിട്ടുള്ള ആൾ വൈയാകരണൻ. കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം പ്രയോഗിച്ചു കാണാത്ത വൈദഗ്ധ്യം. ഹിരണ്യം എന്ന വാക്കിന്റെ അർത്ഥം സ്വർണം. ഹിരണ്യം സ്വർണം. ശരിയായ പ്രയോഗം 10 രൂപ.
ആകാശത്തിന്റെ പര്യായമല്ലാത്തത് നാഗം. വ്യോമം, ഗഗനം, അമ്പരം എന്നിവ ആകാശത്തിന്റെ പര്യായങ്ങളാണ്. വാക്സിംഗ് ആൻഡ് വാനിംഗ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ മലയാള രൂപം വൃദ്ധിക്ഷയങ്ങൾ. ആക്സെപ്റ്റ് ദിസ് ഫോർ ദി ടൈം ബീയിങ് എന്നതിന്റെ പരിഭാഷ തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. ചക്രശ്വാസം വലിക്കുക എന്നാൽ അത്യധികം വിഷമിക്കുക. തെറ്റിച്ചെഴുതിയ പദമേത്? ഐഹികം. കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം ലോകപരിജ്ഞാനം കുറഞ്ഞ വ്യക്തി. കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക. മകളുടെ ഭർത്താവ് എന്നർത്ഥമുള്ളത് ജാമാതാവ്. ആർഷം എന്ന വാക്കിനർത്ഥം ഋഷിയെ സംബന്ധിച്ചത്. ക്രെഡിബിലിറ്റി എന്നതിനു തത്തുല്യമായത് വിശ്വാസ്യത. പാഷാണത്തിലെ കൃമി എന്ന പ്രയോഗത്തിനർത്ഥം മഹാദുഷ്ടൻ. പാഷാണത്തിലെ കൃമി, മഹാദുഷ്ടൻ. ദന്തഗോപുരം എന്ന ശൈലിയുടെ അർത്ഥം സാങ്കല്പിക സ്വർഗം. ദന്തഗോപുരം, സാങ്കല്പിക സ്വർഗം. എ ഫെയർ വെതർ ഫ്രണ്ട് എന്നാൽ ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. എ ഫെയർ വെതർ ഫ്രണ്ട്, ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. ചരിത്രാതീത കാലം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ചരിത്രത്തിന് മുമ്പുള്ള കാലം. വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം ഭാഗ്യകാലം. ലംഘിക്കാനാവാത്ത അഭിപ്രായം എന്നർത്ഥമുള്ളത് വേദവാക്യം. സ്ത്രീലിംഗ പദമേത്? പാപിനി. അമ്മയുടെ അച്ഛൻ, മാതാമഹൻ. കബന്ധം എന്ന വാക്കിനർത്ഥം തലവേർപെട്ട ഉടൽ. കബന്ധം, തലവേർപെട്ട ഉടൽ. അധരവ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം വ്യർത്ഥഭാഷണം. ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം സ്വാധീനത്തിൽ വരുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പര്യായപദമല്ലാത്തത് ഏത്? ആതങ്കം. പര്യായപദമല്ലാത്തത് ആതങ്കമാണ്. താരം, ഉടു, വൃക്ഷം എന്നിവ പര്യായപദങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആധ്യാത്മികം. ശരിയായ പദം ആധ്യാത്മികം. ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി. തെക്കോട്ട് പോകുക എന്ന ശൈലിയുടെ അർത്ഥം മരിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹാസ്യനാക്കുക. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ക്ലേശം വർദ്ധിപ്പിക്കുക. അമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം പൂർത്തിയാകാത്ത കാര്യം. നളിനി എന്ന വാക്കിനർത്ഥം താമരപ്പൊയ്ക. നളിനി, താമരപ്പൊയ്ക. ശരിയായ പദമേത്? സ്ഫൂരിക്കുക. ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം വിഫലമാകുക. എ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാണ്ടിങ് എന്നതിന്റെ പരിഭാഷ ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. ശരിയായ പ്രയോഗമേത്? പ്രതിനിധീകരിക്കുക. ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്നതിന്റെ പരിഭാഷ എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. കുന്തം എന്നാൽ മുല്ല. കുന്തം, മുല്ല. ഹിസ് മാരേജ് വാസ് ദി ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് എന്നതിന്റെ പരിഭാഷ അവന്റെ വിവാഹം അവന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പാദം മുതൽ ശിരസ്സു വരെ എന്നതിന് തുല്യമായത് ആപാദചൂഡം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് അധ്യാപകർ. ശരിയല്ലാത്ത പ്രയോഗമേത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. അറ്റൻഡ് ദി ഇന്റർവ്യൂ വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ പരിഭാഷ നിർബന്ധമായും ഇന്റർവ്യൂവിന് ഹാജരാകണം. ഐ വെന്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദി എയർപോർട്ട് എന്നതിന്റെ യോജിക്കുന്ന പരിഭാഷ അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. മഞ്ചീരം എന്ന വാക്കിനർത്ഥം കാൽച്ചിലമ്പ്. മഞ്ചീരം, കാൽച്ചിലമ്പ്. ടു സെറ്റ് ഫ്രീ എന്നതിന്റെ പരിഭാഷ സ്വതന്ത്രമാക്കുക. ഹോക്കി ഈസ് ദി നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്നതിന്റെ പരിഭാഷ ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. താഴെ പറയുന്നവയിൽ ശരിയായ ശൈലി ഏത്? അമ്പരച്ചുംബിയായ കൊടുമുടി. ഭർത്താവിന്റെ പര്യായമല്ലാത്തത് തനയൻ. കണവൻ, വല്ലഭൻ, കാന്തൻ എന്നിവ ഭർത്താവിന്റെ പര്യായങ്ങളാണ്. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന്റെ സമാന പഴഞ്ചൊല്ല് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നതിന്റെ പരിഭാഷ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇൻഡിജീനിയസ് മെഡിസിൻ എന്നത് ഏതു തരം ചികിത്സയുടേതാണ്? നാട്ടുചികിത്സ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പറഞ്ഞയച്ചവൻ എന്നർത്ഥം വരുന്ന വാക്ക് പ്രേഷകൻ. പറഞ്ഞയച്ചവൻ, പ്രേഷകൻ. ഹിസ്റ്ററി ഈസ് ദി എസൻസ് ഓഫ് എന്യൂമറബിൾ ബയോഗ്രാഫിക്സ് എന്നതിന്റെ പരിഭാഷ അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നതിന്റെ മലയാള രൂപമേത്? അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുക. കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം ഉന്മൂലനാശം വരുത്തുക.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? പല രോഗങ്ങൾക്കും പ്രതിവിധി കഷായമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്നതിന്റെ പരിഭാഷ പയ്യെ തിന്നാൽ പനയം തിന്നാം. 0 ഹവർ എന്നതിന്റെ പരിഭാഷ ശൂന്യവേള. ദി വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്നതിന്റെ പരിഭാഷ മനുഷ്യബന്ധങ്ങളുടെ ലോകം വിചിത്രമാണ്. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിന്റെ പരിഭാഷ ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. ശരിയായ പദം തിരഞ്ഞെടുക്കുക. കവയിത്രി. ടു ബ്രേക്ക് ദി ഹാർട്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാകുക. ഓഫ് ഓൾ ദി ഫ്ലവേഴ്സ് ഐ ലവ്. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ബാസി. താഴെ പറയുന്നവയിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം മുല്ലപ്പൂവ്. നാളെ അവധിയാണോ ഏതുതരം വാക്യത്തിന് ഉദാഹരണമാണ്? അനുയോഗിക വാക്യം. താഴെ പറയുന്നവയിൽ സർവനാമത്തിന് ഉദാഹരണം ഏത്? അവൻ. നന്നായി പഠിച്ചാൽ പരീക്ഷ ജയിക്കാം. പ്രസ്തുത വാക്യം ഏതുതരം വിനയച്ചത്തിന് ഉദാഹരണമാണ്? പാക്ഷിക വിനയച്ചം. ഭംഗിയുള്ള പൂവ് ഏതുതരം ഭേദകത്തിന് ഉദാഹരണമാണ്? വിഭാവകം. അമ്മയോട് കാര്യം പറയണം. അടിവരയിട്ട പദം ഏതുതരം വിഭക്തിക്ക് ഉദാഹരണമാണ്? സംയോജിക. ഊഞ്ഞാലിൽ എന്ന കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി. താഴെ പറയുന്നവയിൽ നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഏത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാജൻ മകനോട് ദേഷ്യപ്പെട്ടു. അടിവരയിട്ട പദം ഏതുതരം കാരകത്തിന് ഉദാഹരണമാണ്? സാക്ഷികാരകം. ചിഹ്നം തിരിച്ചറിയുക. രോദിനി. കണ്ണീർ എന്ന പദം ഏതുതരം സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശസന്ധി. ദിവ്യശക്തി സമാസം ഏത്? കർമ്മധാരയൻ. ഒറ്റപ്പദം ഏതാണ്? വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് ദീർഘദർശിത്വം. അച്ചം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനച്ചം. താഴെ പറയുന്നവയിൽ ആന എന്ന് അർത്ഥം വരുന്ന പദമേത്? സിവരം. ആട്ടിൻകുട്ടി ചമയുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? നിഷ്കളങ്കത ഭാവിക്കുക. ശരിയായ പദമേത്? കൃത്യനിഷ്ഠ. ദി ഡ്രൈവർ വാസ് കോൾഡ് ടു അക്കൗണ്ട് ഫോർ ദി ആക്സിഡന്റ് എന്ന വാക്യത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്? അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഹാൻസം ഈസ് ദാറ്റ് ഹാൻസം ഡസ് എന്ന ശൈലിയുടെ അർത്ഥം സൗന്ദര്യം പ്രവൃത്തിയിലാണ്. കവി എന്ന പദത്തിന്റെ എതിർലിംഗം കവയിത്രി. താങ്കൾ അവിടെ പോകണം. അടിവരയിട്ട പദം ഏതുതരം പ്രകാരത്തിന് ഉദാഹരണമാണ്? വിധായക പ്രകാരം. ചിഹ്നം തിരിച്ചറിയുക. വിക്ഷേപണി. മോഹം എന്ന പദത്തിന്റെ തദ്ഭവം ഏത്? മോകം. കായ്കനികൾ എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണമാണ്? ദ്വന്ദ്വസമാസം. ശരിയായ വാക്യം ഏത്? നല്ല ഇനം ഇറച്ചിക്കോഴികളെ വിൽക്കും. ഏതു വസ്തുവിനാണോ ഉപമിക്കുന്നത് അത് ഉപമേയം. ലഭിക്കാൻ പ്രയാസമുള്ളത് ഒറ്റപ്പദം ഏതാണ്? ദുർലഭം. കാമ്യം എന്ന പദത്തിന്റെ വിപരീത പദം നിഷ്കാമ്യം. പകുതി എന്നർത്ഥമുള്ള പദം അർദ്ധം. പുട്ട് ഓഫ് എന്ന ശൈലിയുടെ പരിഭാഷ നീട്ടിവെക്കുക. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ്.കെ. പൊറ്റക്കാട്. 2018 വയലാർ അവാർഡ് ജേതാവ് ഇ.വി. രാമകൃഷ്ണൻ. തണ്ടാർ എന്ന പദം പിരിച്ചാൽ തൺ പ്ലസ് താർ. ശരിയായ പദം ജാള്യം. വ്യാകരണപരമായി ശരിയേത്? 1000 തേങ്ങ. തെറ്റില്ലാത്ത പ്രയോഗം മേൽപോട്ട് പോയി. പ്രമാദം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം തെറ്റ്. തപസ്സിരിക്കുക സമാസം ഏത്? കാരക തത്പുരുഷൻ. വിധായക പ്രകാരത്തിന് ഉദാഹരണം ഏത്? വരണം. കേവലക്രിയ ഏത്? നടക്കുക. ആകൃതി എന്നർത്ഥം വരുന്ന പദം ആകാരം. ഇലയുടെ പര്യായം അല്ലാത്ത പദം ബകുളം. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ഉണ്ണായി വാര്യർ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ.ആർ. രാജരാജവർമ്മ. ശക്തിയുടെ കവി എന്ന് വിശേഷണമുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാർ. ആരാച്ചാർ എന്ന നോവൽ ആരുടേതാണ്? കെ.ആർ. മീര. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ. താഴെ തന്നിരിക്കുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണം ഏത്?
അഗ്നി. പക്ഷി എന്ന പദത്തിൻ്റെ എതിർലിംഗം പക്ഷിണി. നീ ഉടൻ തന്നെ വരണം. വരണം അടിവരയിട്ട പദം ഏതുതരം പ്രകാരത്തിന് ഉദാഹരണമാണ്? വിധായക പ്രകാരം. ഇന്നേക്ക് 5-ാമത്തെ ദിവസമാണ് രമണിയുടെ വിവാഹം. അടിവരയിട്ട പദം ഏതുതരം തദ്ധിതത്തിന് ഉദാഹരണമാണ്? പൂരണി തദ്ധിതം. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. അടിവരയിട്ട പദം ഏതുതരം വിഭക്തിക്ക് ഉദാഹരണമാണ്? പ്രയോജിക. മന്ത്രി കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. അടിവരയിട്ട പദം ഏതുതരം കാരകത്തിന് ഉദാഹരണമാണ്? സ്വാമികാരകം. ചിഹ്നം തിരിച്ചറിയുക. അപൂർണ വിരാമം. നാളെ ആരെങ്കിലും വരുമോ? ഏതുതരം വാക്യമാണിത്? ആനുയോഗിക വാക്യം. തന്നിരിക്കുന്നവയിൽ രൂപം എന്ന പദത്തിൻ്റെ തദ്ഭവം ഏതാണ്? ഉരുവം. വിദ്യാർത്ഥി ഏതുതരം സമാസമാണ്? ബഹുവ്രീഹി. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ഏതാണ്? ഉൽപ്പതിഷ്ണു. പറയുന്ന ആൾ ഒറ്റപ്പദം വക്താവ്. വിപരീത പദങ്ങളിൽ തെറ്റായത് ദുഷ്കരം, ഊഷരം. താമരയുടെ പര്യായം തന്നിരിക്കുന്നവയിൽ ഏതാണ്? രാജീവം. ശരിയായ അർത്ഥമേത്? ആമ, കമഠം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? പ്രയോജനശൂന്യമായത്. അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? പച്ചശൃംഗാരി. തെറ്റായ പദം ഏതാണ്? യഥാതഥം. സജ്ജനം എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശസന്ധി. വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം ഏതുതരം സന്ധിക്ക് ഉദാഹരണമാണ്? സ്വരസന്ധി. ദി കോർട്ട് സെറ്റ് അസാഡ് ദി വെർഡിക്റ്റ് ഓഫ് ദി ജൂറി എന്ന വാക്യത്തിൻ്റെ ശരിയായ മലയാള പരിഭാഷ? കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. ദി കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ? പശു കുളമ്പുള്ള മൃഗമാണ്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന ശൈലിയുടെ അർത്ഥം? അല്പജ്ഞാനം അപകടകരമാണ്. കേരള വാൽമീകി എന്ന് വിശേഷണമുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ. ശ്രേഷ്ഠ ഭാഷാ ദിനത്തെ ദിനമായി ആചരിക്കുന്നത് നവംബർ 1. മാതൃത്വത്തിൻ്റെ കവയിത്രി ബാലാമണിയമ്മ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി കേശവൻ. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. ബെർലിൻ ഡയറി ആരുടെ യാത്രാവിവരണ ഗ്രന്ഥമാണ്? EMS. പറയുവാനുള്ള ആഗ്രഹം ഒറ്റവാക്ക് വിവക്ഷ. പ്രാരാബ്ധം വൈഷമ്യം. പ്രാരബ്ധം ആരംഭിക്കപ്പെട്ടത്. ടു ഗ്രീസ് ദി പാം എന്നതിൻ്റെ ശരിയായ വിവർത്തനം? കൈക്കൂലി കൊടുക്കുക. ഓമനെ നീയുറങ്ങ് എന്ന പ്രശസ്തമായ താരാട്ടുപാട്ട് രചിച്ചത് ഉള്ളൂർ S. പരമേശ്വരയ്യർ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. മകളുടെ മകൾ എന്നതിൻ്റെ ഒറ്റപ്പദം ദൗഹിത്രി. സർവദാ എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാവിധത്തിലും. വെർ ദർ ഈസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം? ജീവൻ ഉള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഗളഹസ്തം ചെയ്യുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പുറത്താക്കുക. ശരിയായ പദമേത്? വിമ്മിട്ടം. ശരിയായ പദം ഏത്? ക്രിസ്തബ്ദം. ശരിയായ വാക്യം ഏതാണ്? 5 പുസ്തകം അയാൾ എഴുതി. E+An ഇവൻ സന്ധി ആഗമസന്ധി. ചവിട്ടുപടിയിൽ യാത്ര അരുത്. അടിവരയിട്ട പദം ഏതുതരം വിഭക്തിക്കുദാഹരണമാണ്? ആധാരിക. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരവനിതകൾ നിരവധിയാണ്. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? വിഭാവകം. ഹാജർ എന്ന മലയാള പദം ഏതു ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണ്? അറബി. ഗുരുഭൂതർ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. വിഭക്തി പ്രത്യയം ഇല്ലാത്ത വിഭക്തി? നിർദ്ദേശിക. വരിക വരിക സഹചര്യ സഹനസമര സമയമായി ആരുടെ വരികളാണ്? അംശി നാരായണപിള്ള. കുഴിവിട്ടു മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഇടശ്ശേരി. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന ചെറുകഥ എഴുതിയത് VKN. ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത്? പേർഷ്യൻ. നിയോജക പ്രകാരത്തിന് ഉദാഹരണമേത്? നീപ്പോ. നാം
അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖക്കുറിപ്പ് ഉപയോഗിച്ച നോവൽ ആടുജീവിതം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ യൂണിറ്റ് രൂപിമം. നാടകാനുഭവങ്ങൾ മുൻനിർത്തി കൈനിക്കര കുമാരപിള്ള രചിച്ച കൃതി നാടകീയം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം വ്യാഴവട്ട സ്മരണകൾ. ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന കഥാസമാഹാരം ആരുടേതാണ്? എൻ. പ്രഭാകരൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1945. വാസനാവികൃതി എന്ന ചെറുകഥ പ്രസിദ്ധീകൃതമായത് വിദ്യാവിനോദിനിയിലൂടെ. തിരുവനന്തപുരം ദൂരദർശനിൽ നിന്ന് മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച വർഷം 1985 നവംബർ 1. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു? പ്രയോജിക. തന്നിരിക്കുന്ന വരികളിലെ അലങ്കാരം നിർണയിക്കുക. ദാനശീലത്തിന് സൗമത്വം, തങ്കത്തിന് സുഗന്ധമാം. നിദർശന. ആനയുടെ ഒരു പര്യായ പദമാണ് വാരണം. ശരിയായ പദമേത്? ഐകമത്യം. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ധനം പ്ലസ് ഇൽ. പൂഞ്ചോലക്കരയച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ശാരദ. ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം കാകു. ക്രയാ വിശേഷണത്തിന് ഉദാഹരണം ഉറക്കെ കരഞ്ഞു. സമാസം നിർണയിക്കുക. പീതാംബരം, കർമ്മധാരയൻ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം സന്ധി. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നതിൻ്റെ ശരിയായ തർജ്ജമ ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഇംഗ്ലീഷിൽ കോമ എന്ന പേരുള്ള ചിഹ്നമാണ് അങ്കുശം. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ സ്വകീയ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുന്നവർ യൂറോപ്യന്മാരായിരുന്നു. പരകീയം. ശരിയായ പദമേത്? പരിണതഫലം. താഴെ പറയുന്നവയിൽ കേവലക്രിയ ഏത്? ഭരിക്കുക. പ്രാചീന കവി പരമ്പരയിൽ പ്രഥമ കവി അഥവാ ആദ്യത്തെ ജനകീയ കവി ആരാണ്? ഉഷനസ്. വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന പദമേത്? നടപ്പ്. ആദേശസന്ധിക്ക് ഉദാഹരണം നെന്മണി. ത്രിമധുരം എന്ന പദത്തിലെ സമാസമേത്? ദ്വിഗ് സമാസം. ശരിയായ പദം എടുത്തെഴുതുക. യശശരീരൻ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക. പുതിയ. ഉമ്മാച്ചുവിലെ കഥാപാത്രം മായൻ. ഹോം ട്രൂത്ത്. തുല്യമായ അർത്ഥം അപ്രിയ സത്യം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം ജൂലൈ 5. മേയനാമത്തിന് ഉദാഹരണം വെള്ളം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? ഓരോ കുട്ടികളും. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? യാദൃച്ഛികം. ലജ്ജ എന്ന അർത്ഥം വരുന്ന പദം രൂപ. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിൽ പ്ലസ് എ. അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനയിതാവ്. സൗമ്യം എന്ന പദത്തിന്റെ വിപരീത പദം തീക്ഷ്ണം. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ മലയാള വാക്യം എന്തൊരു വൃത്തികെട്ട നഗരം. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. അളവ് എന്നർത്ഥം വരുന്ന പദം പരിമാണം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്നർത്ഥം വരുന്ന കടങ്കഥ കുട. നിണം എന്ന അർത്ഥം വരുന്ന പദം രുതിരം. വാക്കാർത്ഥങ്ങൾ എന്ന പദത്തിലെ വിഗ്രഹിച്ചെഴുതിയാൽ വാക്കും അർത്ഥവും. അടിവരയിട്ട പദത്തിന്റെ വിപരീതം എഴുതുക. ജ്ഞാതിവധ വിഷണ്ണനായിരുന്ന അർജുനൻ. പ്രസന്നൻ. ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി. ഓട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? സംയോജിക.